ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സീമ ഫുഡ്സ്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ്. റംസാൻ തീരാറായി. അപ്പോൾ അതിന് മുമ്പായിട്ട് റംസാൻ വിശേഷം നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീട്ടിലുള്ള ദിവസത്തുള്ള ഒരു ചെറിയൊരു വ്ളോഗ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ സമയം 3:45, അത്താഴത്തിന് എണീക്കുന്ന സമയം. അപ്പം മോളെ അത്താഴത്തിന് വിളിക്കുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ മോള് രാവിലെ എണീറ്റ് ബ്രഷ് ചെയ്യാൻ പോയി. മറ്റു മക്കളെല്ലാവരും ഉണ്ട്. ഇപ്പോൾ 3 വീട്ടിലുണ്ട്. അപ്പോൾ അത്താഴത്തിന് അവർക്ക് കോൺഫ്ലേക്സും ചോക്കോസും ആണ്. ചില സമയത്ത് കഞ്ഞിയും അതേപോലെ എന്തെങ്കിലും പച്ചക്കറിയും കഴിക്കും. ആദ്യമൊക്കെ പച്ചക്കറിയും കഞ്ഞിയൊക്കെ കഴിച്ചുകൊണ്ടായിരുന്നു. ലാസ്റ്റ് ആകുമ്പോൾ അവർക്ക് അതൊന്നും കഴിക്കാൻ തീരെ പറ്റുന്നില്ല. അങ്ങനെ ചോക്കോസും കോൺഫ്ലേക്സും രണ്ടും മിക്സ് ആക്കിയിട്ട് പാലൊഴിച്ചിട്ട് ലൈറ്റായിട്ട് പഞ്ചസാരയും ചേർത്തിട്ടാണ് അവർ കഴിക്കൽ. പിന്നെ രാവിലെ നമ്മൾ ദോശ പത്തല് അങ്ങനത്തെ ഉണ്ടാക്കുന്ന ആ ഒരു ശീലം കുറേ വർഷമായിട്ട് നമുക്കില്ല. നമ്മളിതുപോലെ ലൈറ്റായിട്ടാണ് അത്താഴം കഴിക്കൽ. പിന്നെ ഹസ്ബൻഡിന് ഓട്സും കോൺഫ്ലേക്സും ആണ്. അത് രണ്ടും കൂടി മിക്സാക്കി പാലിട്ട് കഴിക്കുമ്പോൾ കുറച്ച് നല്ല ടേസ്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഹെൽത്തിയും ആണല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് അതാണ് കഴിക്കുന്നത്. ഓട്സ് കുറച്ച് സമയം ചൂട് പാലില്ലാതെ തിളക്കുന്ന പാലിട്ട് മൂടി വെച്ചതിന് ശേഷം നന്നായിട്ട് കുതിർന്ന് കഴിയുമ്പോൾ അതിലേക്ക് കോൺഫ്ലേക്സ് ഇട്ട് കൊടുക്കലാണ്. അങ്ങനെയാണ് കഴിക്കൽ. കോൺഫ്ലേക്സ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ കഴിക്കും. അത്താഴമൊക്കെ കഴിഞ്ഞ് സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഓതി പിന്നെ കുറച്ച് സമയം കിടന്നുറങ്ങും. രാത്രി കിടക്കുന്ന സമയത്ത് എപ്പോഴും എങ്ങനെയായാലും 2 മണിയൊക്കെ ആയിട്ടാണ് കിടക്കൽ. അപ്പോൾ ഉറക്കം തീരെ കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ അത്താഴം കഴിഞ്ഞിട്ട് 2 മണിക്കൂർ കിടന്നുറങ്ങും. പിന്നെ എനിക്ക് ഷോപ്പിൽ പോകണം. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച അതുകൊണ്ട് ഇന്ന് ഷോപ്പിലേക്ക് പോകുന്നില്ല. അപ്പം ഞാൻ ആകെ വീട്ടിലുള്ളത് ഞായറാഴ്ച ഒരു ദിവസം മാത്രമാണ്. അപ്പോൾ അന്നാണ് നമുക്ക് സ്പെഷ്യലായിട്ട് ഫുഡ് ഉണ്ടാക്കൽ, ബാക്കിയുള്ള ജോലിയൊക്കെ ചെയ്യൽ ആ ഞായറാഴ്ചയാണ്. ളുഹർ നിസ്കരിച്ചതിന് ശേഷമാണ് ഞാൻ കിച്ചണിലേക്ക് ഇറങ്ങിയത്. കിച്ചണിലിറങ്ങിയതിന് ശേഷം മന്തിക്കുള്ള മസാല റെഡിയാക്കിയിട്ട് ചിക്കനൊക്കെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ മാറ്റി കഴിഞ്ഞാൽ രാത്രിയിലാണ് മന്തി ഉണ്ടാക്കുന്നത്. ആ സമയമാകുമ്പോൾ നല്ല ചിക്കനൊക്കെ സോഫ്റ്റായിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്കിനി ഇഫ്താറിൻ്റെ സമയത്തേക്കുള്ള സ്നാക്സ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ ഈസ്റ്റ് കുതിർത്തിട്ട് ഒരു റെസിപ്പി ഉണ്ടാക്കുന്നുണ്ട്. ആ റെസിപ്പി ഞാൻ ഇതിനു മുമ്പേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ കാണണം. പെരി പെരി ചിക്കൻ മസാല പപ്സ് വളരെ ടേസ്റ്റിയാണ്, ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. മൈദ വെച്ചിട്ടാണ് ഈ റെസിപ്പി ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഏകദേശ രൂപം ഈ വീഡിയോയിലുണ്ട്. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും യൂട്യൂബിൽ സെർച്ച് ചെയ്യണം. സീമ ഫുഡ്സ് പെരി പെരി ചിക്കൻ മസാല പപ്സ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. ഒരു വെറൈറ്റി ടേസ്റ്റുള്ളൊരു മസാലയാണ് ഇതിനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വീഡിയോ കാണുക. അപ്പോൾ അതിൻ്റെ മസാല ഉണ്ടാക്കുന്ന രൂപം കൂടി ഞാൻ ഇതിൽ കാണിച്ചിരുന്നുണ്ട്.
ജോലിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കേണ്ടത് കസ്റ്റേർഡ് കുറച്ച് മുമ്പ് തന്നെ ഉണ്ടാക്കണം. ചൂടാറി ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പിച്ചൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ അതും കുറച്ച് മുമ്പ് തന്നെ ചെയ്യേണ്ട ജോലിയാണ്. ഈ ദിവസമുള്ള എല്ലാ വീഡിയോസൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ കിഴങ്ങ് പൊരിച്ചത്, പോടി എന്ന് പറയും, പിന്നെ ബനാന ഫ്രൈ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പോടിയും അതേപോലെ ബനാന ഫ്രൈയും ഒക്കെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സ്നാക്സൊക്കെ റെഡിയായി, ഏകദേശം ബാങ്ക് വിളിക്കുന്ന സമയം ആയിക്കൊണ്ട് വന്നു. അപ്പം നമുക്കിനി എല്ലാം ഇത് ടേബിളിൽ കൊണ്ടുവെക്കാം. ഞാനിപ്പോൾ ടേബിളിൽ ആദ്യം കൊണ്ടുവച്ചതുണ്ടല്ലോ, അത് ചീസി ചിക്കൻ പോളയാണിതാ ഈ കാണുന്നത്. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും കാണണം. നമ്മുടെ പെരി പെരി ചിക്കൻ മസാല പപ്സ്, ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് കുറേ നാളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു റമദാൻ ഡേ ഇൻ മൈ ലൈഫ് എന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നത്. പക്ഷെ തീരെ സമയമില്ലാത്ത കാരണം ഇത്രയും വൈകി. ഇപ്പോൾ നോമ്പൊക്കെ തീരാറായി. അപ്പോൾ ഇനിയും ചെയ്തില്ല എങ്കിൽ നമുക്ക് ആ ഒരു ആഗ്രഹം ബാക്കിയാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മാത്രം പോരാ, നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. നമ്മളെ കാസർഗോട്ടെ ഉള്ളി ബജ, അതേപോലെ കസ്റ്റേർഡ് നല്ല കിഡിലൻ കസ്റ്റേർഡാണ്. കസ്റ്റേർഡിൻ്റെ മീതെ നമ്മൾ കഴിക്കുന്ന സമയത്ത് കുറച്ച് കോൺഫ്ലെക്സ് ഇട്ട് കൊടുത്താൽ നമുക്ക് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇത് ജ്യൂസ് ഉണ്ടാക്കിയത്, ഇത് ഇളനീരും പിന്നെ ചെറിയ പഴം കദളിപ്പഴം കൂടി പാലിലിട്ട് അടിച്ചതാണ്. പിന്നെ വാട്ടർമെലോൺ ജ്യൂസ്, അത് പിന്നെ എല്ലാ ദിവസവും നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഞങ്ങൾ കാസർഗോട്ടുകാർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സർബത്താണ് കസ്കസ് കായ് ഞൗണ്ടിയ സർബത്ത്. അത് എല്ലാവരും വീട്ടിലും ഉണ്ടാക്കും. നമ്മളെ വയറ്റേക്കൊക്കെ നല്ല തണുപ്പാണെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. ആ ബാങ്കും വിളിച്ചു, നോമ്പും തുറന്നു, അതിനുശേഷം നിസ്കരിച്ച് ഖുർആനൊക്കെ ഓതി അതിനുശേഷം ഞങ്ങൾ നേരെ കിച്ചണിലോട്ട് ഇറങ്ങി. അതായത് നമുക്ക് രാത്രിത്തെ മന്തി ഉണ്ടാക്കണം. അപ്പോൾ ഈ ഒരു മന്തി റെസിപ്പി അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കിടിലൻ റെസിപ്പിയാണിത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഷാല്ലാ തീർച്ചയായിട്ടും നാളെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്രാവശ്യം പെരുന്നാളിന് നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കണം. ചിക്കൻ മന്തി, ഈസി ചിക്കൻ മന്തി, എൻ്റെ പേര് തന്നെ അങ്ങനെയാണ്. അത്രയും എളുപ്പമാണ് ഉണ്ടാക്കാൻ. എളുപ്പം മാത്രമല്ല, കഴിക്കാൻ വളരെ ടേസ്റ്റുമാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചാൽ തീർച്ചയായിട്ടും പല പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി കഴിക്കും, ഷുവറാണ്. അപ്പോൾ ഈ ഒരു മന്തി റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ നിങ്ങൾ ഉണ്ടാക്കണം. ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് എനിക്ക് അയച്ചു തരണം. ഈ മന്തിയുടെ ഒരു ലഘു വിവരണം ഈ വീഡിയോയിൽ കാണാം. പിന്നെ മന്തി ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാവരും ചെയ്യുന്ന കാര്യമുണ്ട്. എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ മന്തി മസാല ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ തന്നെ ചോറൊക്കെ നിരത്തി കൊടുത്ത് ദമ്മിടും. അപ്പോൾ ആ ഒരു രീതിയിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ ഈ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്ത് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ്. ആ ചിക്കനിലൊക്കെ പിന്നെ ഇതിൻ്റെ മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഇപ്രാവശ്യം പെരുന്നാളിന് ഈ ടൈപ്പിലൊരു മന്തി ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കിയാൽ മാത്രം പോരാ, നിങ്ങൾ ഫോട്ടോ എടുത്ത് എനിക്ക് വാട്സപ്പിൽ അയച്ചു തരണം. എൻ്റെ വാട്സപ്പ് നമ്പർ എബൌട്ടിൽ പോയാൽ കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഇഫ്താർ വിശേഷം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എൻ്റെ വ്ളോഗ് നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ ഈ റെസിപ്പീസ് എല്ലാം ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതേപോലെ നിർദ്ദേശങ്ങൾ ഒക്കെ എനിക്ക് കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോഴായിരിക്കും എനിക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുള്ള ഒരു പ്രചോദനം ഉണ്ടാവൽ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അതേപോലെ എന്തെങ്കിലും റെസിപ്പി ആവശ്യമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ ബൈ, ഗുഡ് നൈറ്റ്.